ലോകത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖല, ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന ഒരു തൊഴിൽ മേഖല, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഈ ഒരു തൊഴിൽ മേഖലയുടെ സാധ്യതകളെക്കുറിച്ചും അത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? എവിടെയാണ് എനിക്ക് ജോലി കിട്ടാൻ പോകുന്നത്? ഇന്ത്യക്ക് അകത്താണോ, ഇന്ത്യക്ക് പുറത്താണോ, എവിടെയാണ് എനിക്ക് ജോലി കിട്ടാൻ പോകുന്നത്? ഈ ജോലിക്ക് എന്തൊക്കെ തൊഴിൽ സാധ്യതകൾ എനിക്ക് ഫ്യൂച്ചറിലേക്കുണ്ട്, എൻ്റെ കരിയർ ഗ്രോത്തിനുണ്ട്? ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ എന്താണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു റോ മെറ്റീരിയൽ, ആ റോ മെറ്റീരിയൽ അവിടെ നിന്ന് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലെത്തി, അത് ഒരു ഗുഡ്സായിട്ട്, ഒരു പ്രൊഡക്റ്റായിട്ട് മാറി, ആ പ്രൊഡക്റ്റായിട്ട് മാറിയ ഗുഡ്സ് കസ്റ്റമറിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഇനി കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം എടുത്ത്, ഐഫോൺ 2017 ഇന്ത്യയിലേക്ക് വരുന്നത്. 2017 ഇന്ത്യയിലേക്ക് ഈ ഒരു ഐഫോൺ വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു 3 സൈക്കിളുണ്ട്. ഒന്ന് പ്രൊക്യൂർമെൻറ്റ് സൈക്കിൾ എന്ന് പറയും, രണ്ടാമത്തത് പ്രൊഡക്ഷൻ സൈക്കിളുണ്ട്, മൂന്നാമത്തത് നമ്മുടെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സൈക്കിൾ എന്ന് പറയും. ഇതിലെ ആദ്യത്തേത് പ്രൊക്യൂർമെൻറ്റ് സൈക്കിളാണ്. പ്രൊക്യൂർമെൻറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ആദ്യമേ തന്നെ ആപ്പിൾ ഇന്ത്യയിലേക്ക് വരുന്നു. വെറുതെ വന്നവർ ഇന്ത്യയിൽ ഒരു കമ്പനി തുടങ്ങിയതല്ലല്ലോ, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങിയതല്ലല്ലോ. അവരാദ്യം ചെയ്തത് എന്താ? ഇവിടുത്തെ മാർക്കറ്റ് റിസർച്ച് ചെയ്തു, ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്തു. അപ്പോൾ അവർ പല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്ത്യയിലെ മധ്യവർഗം, മിഡിൽ ക്ലാസ്സിലെ ആൾക്കാരുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതവർക്ക് വളരെ ഹോപ്പ്ഫുള്ളായ ഒരു കാര്യമാണ്. ഇവിടെ അർബനൈസേഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. അർബനൈസേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ വെസ്റ്റേണൈസേഷൻ ഇവിടെ നടക്കുന്നു. കൂടുതൽ ആളുകൾ നഗരത്തിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, അവിടെ നമ്മൾ വെസ്റ്റേൺ കൺട്രികളെ ഒരുപാട് ഇന്ത്യക്കാർ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ കൾച്ചർ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. സ്പെൻഡിങ് കപ്പാസിറ്റി കൂടുന്നു, ലക്ഷറിയോടുള്ള താല്പര്യം കൂടുന്നു. അപ്പോൾ ഇവരുടെ ഡെമോഗ്രാഫിക്, ഓരോ ഏരിയയിലുള്ള ആളുകൾ, ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, ഇത് ഉപയോഗിക്കാൻ താല്പര്യം വരുന്ന ആളുകൾ, ഈ ഐഫോൺ ഉപയോഗിക്കാനുള്ള ആളുകളുടെ ആ ഒരു ട്രെൻഡ്, ഇതൊക്കെ ആപ്പിൾ മനസ്സിലാക്കി. ഇതാണ് അവർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഒരു വലിയ ഡിമാൻഡ് വരുന്നുണ്ട്. അങ്ങനെയാണ് 2017 ആപ്പിൾ ഇന്ത്യയിൽ ഐഫോണിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി മൊത്തത്തിലുള്ള മാനുഫാക്ചറിങ്ങിൻ്റെ 25% ഇന്ത്യയിലേക്ക് മാറ്റാനൊക്കെയുള്ള പ്ലാന് ആപ്പിൾ നടത്തിക്കൊണ്ടിരിക്കുക. അതവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല. അപ്പോൾ ആപ്പിൾ ഇങ്ങനെ ഒരു ഐഫോൺ നിർമ്മിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അടുത്ത യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്യുന്നത്? അപ്പോൾ അവർക്ക് ഇവിടുത്തെ നീഡ് മനസ്സിലായപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സപ്ലയേഴ്സിനെ കണ്ടുപിടിക്കണം. അതായത് ഇതിന് കുറേ റോ മെറ്റീരിയൽസ് വേണ്ടേ? ഈ ഒരു ഐഫോൺ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ റോ മെറ്റീരിയൽസ് വേണം. ഈ റോ മെറ്റീരിയൽസ് പല രാജ്യങ്ങളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് ഇവർ കളക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ സൗത്ത് കൊറിയയിൽ നിന്ന് ഇവർക്ക് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ സൗത്ത് കൊറിയയിലുള്ള നല്ല സപ്ലയേഴ്സും ഒക്കെ ആയിട്ട് ഇവർ സംസാരിക്കും, നെഗോഷിയേറ്റ് ചെയ്യും. നല്ല റേറ്റിൽ കറക്റ്റ് സമയത്ത് പ്രൊഡക്റ്റ് ഇവിടെ എത്തണം. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സോഴ്സിങ് എന്ന്. സോഴ്സ് ചെയ്യുക. അങ്ങനെ സോഴ്സ് ചെയ്ത് ഒരു റോ മെറ്റീരിയലിനെ അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അവർ ഒരു ഡെലിവറി ഓർഡറൊക്കെ കൊടുക്കും. ഈ ഒരു സൈക്കിളിനാണ് നമ്മൾ പ്രൊക്യൂർമെൻറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ അവർ ഇന്ത്യയിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തിക്കുന്നു. ഇന്ത്യയിലെ ആ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ഒരു നമ്മുടെ റോ മെറ്റീരിയൽസ് ഒക്കെ എത്തി. ഈ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതവർ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് വെയർഹൗസുകളിൽ ഇവർ സംഭരിച്ചു വെക്കും. ഈ റോ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്ത് ആവശ്യാനുസരണം സംഭരിച്ചു വെക്കും. ഇതിപ്പോൾ ആപ്പിളിൻ്റെ റോ മെറ്റീരിയൽ ആയതുകൊണ്ട് അവരുടേതായ രീതിയിലുള്ള വെയർഹൗസുകൾ സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതൊരു മീറ്റോ വെജിറ്റബിളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു കോൾഡ് സ്റ്റോറേജുകളിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. മെഡിസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ടെമ്പറേച്ചർ കൺട്രോളുള്ള ഒരു സ്റ്റോറേജിൽ വെക്കേണ്ടി വരും.
ഇനി ഒരു പഞ്ചസാരയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണെന്ന് ഉപ്പ്, പഞ്ചസാര, അരിയൊക്കെ ആണെങ്കിൽ ഡ്രൈ സ്റ്റോറേജുകൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള വെയർ ഹൗസുകൾ ഇവർ സൂക്ഷിച്ചു വെക്കും. ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന വെയർ ഹൗസുകളിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടെ എപ്പോഴും അവർ ഇത് കാലിയാകുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതനുസരിച്ച് ഇൻവെൻട്രി ഒക്കെ എടുക്കും, ക്വാളിറ്റി ചെക്ക് ചെയ്യും. സൗത്ത് കൊറിയയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിയ സാധനത്തിൻ്റെ ക്വാളിറ്റി ചെക്കൊക്കെ അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് അടുത്തൊരു സൈക്കിളായ പ്രൊഡക്ഷൻ സൈക്കിൾ. ഈ പ്രൊഡക്ഷൻ സൈക്കിളിൽ എന്താ സംഭവിക്കുന്നത്? ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് നടക്കുകയാണ്. മാനുഫാക്ചറിങ് നടക്കും, അവരുടെ ആ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് അവർ മാനുഫാക്ചറിങ് നടത്തും. ഈ മാനുഫാക്ചറിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ക്വാളിറ്റി ചെക്കുകൾ നടക്കും, പാക്കേജിങ്ങുകൾ നടക്കും. ഇങ്ങനെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് പാക്കേജ് ചെയ്ത സാധനം വീണ്ടും സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തതിന് ശേഷം അവിടുന്ന് പിന്നീടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ പറയുന്ന ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തണം. ഇത് മേടിക്കുന്നതിന് മുമ്പ് ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തണം. അങ്ങനെ റീറ്റെയിൽ ഷോപ്പിലേക്കുള്ള മൂവ്മെൻറ്റ്സ് നടക്കും. ഈ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തും. ഇതാണ് ഇതിൻ്റെ ഒരു സൈക്കിൾ. ഇനി ഇത് ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ഫോർവേഡ് മൂവ്മെൻറ്റ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതിന് അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു ആമസോണിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ തിരിച്ചയക്കും, റിട്ടേൺ അടിക്കും. അപ്പോൾ ഈ ഫോർവേഡ് മൂവ്മെൻറ്റ്സ് കഴിഞ്ഞിട്ട് അതിനൊരു റിവേഴ്സ് മൂവ്മെൻറ്റ് വരും. അതിനാണ് ഫോർവേഡ് ലോജിസ്റ്റിക്സ് എന്നും പിന്നെ റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്നും പറയുന്നത്. കസ്റ്റമറിലേക്ക് തിരിച്ച് വീണ്ടും ഈ കമ്പനിയിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ ലോജിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനി ഈ ഒരു വലിയ പ്രോസസ്സ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. സൗത്ത് കൊറിയയിൽ നിന്ന് ഒരു സാധനം ഇന്ത്യയിലേക്ക് വരുന്നു. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൗത്ത് കൊറിയയിൽ നിന്ന് ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് എക്സ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻ സൈഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ നടക്കണം. ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സംഭവമാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ നടക്കണം. ഇതൊരു വലിയ ഡോക്യുമെൻറ്റേഷൻ സൈഡിൽ വലിയൊരു വർക്കുണ്ട്. ഇനി ഇതിങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിലോ വെറുതെ വരുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ടേഷൻ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയും, അത് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ ഒരു സാധനം എത്തിക്കണമെങ്കിൽ എയർ ട്രാൻസ്പോർട്ടേഷൻ എടുക്കാം നമുക്ക്. അതല്ലെങ്കിൽ ഷിപ്പുകളിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമല്ലോ. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും ചീപ്പായിട്ടുള്ള മേഖല എന്ന് പറയുന്ന വാട്ടർ ട്രാൻസ്പോർട്ടേഷനാണ്. കണ്ടെയ്നറുകളിലൊക്കെ ആയിട്ട് ഇവിടേക്ക് എത്താം. പക്ഷെ അത് ഇച്ചിരി സമയമെടുക്കും. റോഡ് മാർഗ്ഗം എത്താനുള്ള മാർഗ്ഗങ്ങളുണ്ട്. റോഡ് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ്. ഇനി ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട്, ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞു. ഇതൊരു പെട്രോളിയം പ്രൊഡക്റ്റ് ആയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന മറ്റൊരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡും കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇത് ട്രാൻസ്പോർട്ടേഷൻ നടന്നു. ഇനി ഇത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ഇന്ത്യക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ വീണ്ടും എക്സ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻസ് വേണം. വീണ്ടും ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഡിഫറെൻറ്റ് ട്രാൻസ്പോർട്ടേഷനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയൊരു ശൃംഖല. ഇനി റിവേഴ്സ് ലോജിസ്റ്റിക്സിലും ഇതെല്ലാം ഇൻവോൾവ് ആയിട്ട് വരും. അപ്പോൾ ഇതൊരു വലിയ ശൃംഖലയാണ്. ഈ ഒരു എൻറ്റയർ പ്രോസസ്സ്, റോ മെറ്റീരിയൽ, പ്രൊഡക്ഷനിന് ശേഷം നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തുന്ന വരെയുള്ള എൻറ്റയർ പ്രോസസ്സിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇങ്ങനെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്താണ്? ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിലൊരു മൂവ്മെൻറ്റ്സ് കാണാം. നമ്മുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ ഒരു മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാം. അത് റോ മെറ്റീരിയൽ മുതൽ ഫോർവേഡ് ലോജിസ്റ്റിക്സിലും റിവേഴ്സ് ലോജിസ്റ്റിക്സിലുമായിട്ടൊരു മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഈ മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിനകത്ത് എന്തെല്ലാം തൊഴിൽ സാധ്യതകളാണ് വരുന്നത്. ഇന്ത്യക്കകത്തും പുറത്തും എല്ലാം തൊഴിൽ സാധ്യതയായി. സാധാരണ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്ലോബൽ കരിയറാണ്. അതിനകത്തേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നോക്കിയേ, ഇതിനകത്ത് മാർക്കറ്റിങ്ങിൻ്റെ ആസ്പെക്ട്സ് ഉണ്ട്. മാർക്കറ്റിംഗ് മേഖലയിലുള്ള തൊഴിൽ സാധ്യതയുണ്ട്. ഇനി ഇതിനകത്ത് ഓപ്പറേഷൻ സൈഡിലുള്ള തൊഴിൽ സാധ്യതകളുണ്ട്. ഇതിനകത്ത് പീപ്പിൾ മാനേജ്മെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ HR റിലേറ്റഡ് ആയിട്ടുള്ള തൊഴിൽ സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർ ഹൗസിൽ തൊഴിൽ സാധ്യതയുണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലകളിൽ തൊഴിൽ സാധ്യതയുണ്ട്, ഷിപ്പിംഗ് മേഖലകളിൽ തൊഴിൽ സാധ്യതയുണ്ട്, എയർലൈൻസിൽ, എയർപോർട്ടിൽ, എയർ കാർഗോയിൽ എല്ലാം ജോലി സാധ്യതയുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ തൊഴിൽ സാധ്യതകൾ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്.
ഇത് തന്നെയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കരിയർ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ ഇത് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ചിലർ പറയും AI വരുന്നു, റോബോട്ട് വരുന്നു, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സിൻ്റെ സാധ്യത മങ്ങിപ്പോകുന്നു. അങ്ങനെയല്ല കേട്ടോ. AI വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ട്, കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ലോജിസ്റ്റിക്സ് സാധ്യമാകും. ലോജിസ്റ്റിക്സിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെ അതാണ്. ഒരു കമ്പനി എടുക്കുക, ആ കമ്പനിയുടെ കോസ്റ്റ് ഏറ്റവും കുറച്ച് പിടിക്കാവുന്ന, കോസ്റ്റ് മാനേജ്മെൻറ്റ് നന്നായിട്ട് കുറയ്ക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കോസ്റ്റ് മാനേജ്മെൻറ്റ് നന്നായിട്ട് നടത്താവുന്ന ഒരു മേഖലയെന്ന് പറയുന്നത് ലോജിസ്റ്റിക്സാണ്. ആ ലോജിസ്റ്റിക്സ് എഫക്റ്റീവ് ആയാൽ, എഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ എമൗണ്ടുകളെല്ലാം മൊത്തത്തിൽ കുറയും. അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് കമ്പനിക്ക് ലാഭമാവും, കസ്റ്റമറിന് അത്രയും റേറ്റ് കുറച്ച് അതിൻ്റെ ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഏതൊരു രാജ്യത്തിൻ്റെയും ബഡ്ജറ്റിൻ്റെ അല്ലെങ്കിൽ എക്കോണമിയുടെ ഒരു നട്ടെല്ലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റായ സമയം. ലോജിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പറയും, ഒരു കസ്റ്റമറിലേക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്രോഡക്റ്റ് റൈറ്റ് ക്വാളിറ്റിയിൽ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ ഒക്കെ എത്തിക്കുന്നതാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കരിയറിനെ കുറിച്ചുള്ള ഒരു റൈറ്റ് ചോയ്സ് നടത്താനുള്ള ഒരു റൈറ്റ് ഏരിയ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സോ വെൽക്കം ടു കെയ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കെയ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ PG ഡിപ്ലോമ പ്രോഗ്രാം, ഡിഗ്രി പ്രോഗ്രാം, ഡിപ്ലോമ പ്രോഗ്രാം, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഒക്കെ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ റൈറ്റ് ചോയ്സായിട്ട് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കരിയർ മാറുമെന്നുള്ളതിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല. ആലോചിക്കുക, ഇത് നിങ്ങളുടെ കരിയറാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക്, ഗ്ലോബൽ കരിയറിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. Kairos Institute. Experience the new era of learning.